Hi friends, എല്ലാവർക്കും ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ ഈ ഒരു ഹാർഡ് ഡിസ്കിനെ എക്സ്റ്റേണൽ ആക്കി മാറ്റാനുള്ള ഒരു കേസ് പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇതിന് ഡ്രോബാക്ക് ഉണ്ട്. നമ്മളിത് പുറത്ത് പോകുമ്പോൾ എടുക്കാൻ പറഞ്ഞാൽ ഇതിലെ ഡാറ്റ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു പരിഹാരവുമായിട്ട് പുതിയൊരു ഗാഡ്ജറ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. പുതിയ ഗാഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലാപ്പിൽ ഉപയോഗിക്കാത്തൊരു ഫീച്ചറിനെ എടുത്തു മാറ്റി അവിടെ പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സംഭവം എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ CD ഡ്രൈവിൽ ഈ CD ഡ്രൈവിനെ എടുത്തു മാറ്റി ഇവിടെയാണ് നമ്മൾ ഹാർഡ് ഡിസ്ക് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ അധികാരം CD യൂസ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതിനുവേണ്ടി ഒരു എക്സ്ട്രാ ഗാഡ്ജറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതാണത് CD ബേ അല്ലെങ്കിൽ കാഡി എന്നൊക്കെ പേരുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ബെസ്റ്റ് ബൈ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ വലിച്ചു നീട്ടി വെറുപ്പിക്കുന്നില്ല, നമുക്ക് എന്തായാലും വീഡിയോയിൽ പോയിട്ട് ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഒരു 300-400 രൂപ ബഡ്ജറ്റിൽ വരുന്നൊരു CD ബേ ആണ്. ഇത് ജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, നമ്മുടെ ലാപ്ടോപ്പിൽ CD ഡ്രൈവർ എടുത്ത് മാറ്റി അവിടെ ഇത് ഫിക്സ് ചെയ്യുന്നു. ഇതിലുള്ള നമ്മൾ ഹാർഡ് ഡിസ്ക് ഇട്ട് ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ബെസ്റ്റ് ബൈ ലിങ്ക് തന്നെയാണ്. ഞാൻ ടെസ്റ്റ് ചെയ്തു, ഇത് ഏകദേശം 3 മാസത്തോളമായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ അത് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്ത് ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ലാപ്ടോപ്പിൽ ഒരു സെക്കൻഡറി ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മെച്ചമുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളിത് പരിചയപ്പെടാൻ പോകുന്ന CD ബേ അല്ലെ കാഡി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ള സിമ്പിൾ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ മാനുവലും കാര്യങ്ങളൊന്നും ഇതിനോടൊപ്പം കിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് തുറന്നിട്ട് ഇതിൽ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം, ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതും എങ്ങനെയൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ബോക്സ് തുറക്കുമ്പോൾ നമുക്കൊരു കവറിലായിട്ട് ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറും 4 സ്ക്രൂവും കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ പിന്നെ കിട്ടുന്ന ഒരു CD ബേ ആണ്. ഇത് രണ്ടും മാത്രമേ ഇതിൽ കിട്ടുന്നുള്ളൂ, ബാക്കി കാർഡോ കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല. ഇതിന് 1 ഇയർ വാറണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കതൊക്കെ പിന്നെ നോക്കാം. അപ്പോൾ ഇതാണ് CD ബേ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഈ ഒരു ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്ക്, ലാപ്ടോപ്പിൻ്റെ ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്ക് ഇതിലേക്ക് എടുത്ത് വെച്ച് സ്ക്രൂ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ CD ഡ്രൈവിൽ ഇട്ട് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമുക്ക് കവറിൽ കൂടെ കിട്ടുന്നത് ഈ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറും 4 സ്ക്രൂ ആണ്. സ്ക്രൂ എന്ന് പറയുമ്പോൾ ഈ ഒരു ലോങ് ത്രെഡ് മാത്രമേ ഉള്ളൂ. ഇതെന്തിനാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ, ചെറിയ സ്റ്റാറിന് സ്ക്രൂ ഡ്രൈവറും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ലാപ്ടോപ്പിൻ്റെ ചെറിയ തിന്നായിട്ടുള്ളൊരു ഹാർഡ് ഡിസ്ക് ആണ്. ഇതിനേക്കാളും കുറച്ചുകൂടി കട്ടി കൂടിയ ലാപ്ടോപ്പ് ഹാർഡ് ഡിസ്ക് ഉണ്ട്, അത് നമുക്കിതിൽ സ്യൂട്ടബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന എങ്ങനെ നോക്കാം. ജസ്റ്റ് ഈ ഹാർഡ് ഡിസ്ക് ഇതിലേക്ക് സ്ലൈഡ് ചെയ്ത് വെച്ചാൽ മതി. ഇതിലേക്ക് ഇറക്കിയിട്ട് ഒന്ന് സ്ലൈഡ് ചെയ്യുക, കുറച്ച് ബലം പ്രയോഗിക്കണം. അപ്പോൾ ഹാർഡ് ഡിസ്ക് ഇതിൽ ഫിറ്റായി. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ സൈഡിൽ കുറച്ച് ഹോൾസ് ഉണ്ട്, ഇതിലൂടെ ഈ സ്ക്രൂ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ കാണുന്ന സ്ക്രൂ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്രൂവിൻ്റെ ആ ഒരു സ്റ്റാർ കാണാൻ പറ്റും. അപ്പോൾ അത് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ നമുക്ക് ഇതിനോടൊപ്പം കിട്ടിയ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അതൊന്ന് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിതുപോലെ 4 സ്ക്രൂവും ഈ ഹാർഡ് ഡിസ്കിൽ ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്ന് ഓക്കെ ആയി. ഇപ്പോൾ ഈ ഹാർഡ് ഡിസ്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴേക്ക് ചാടില്ല. ഞാൻ നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് ചാടുന്നില്ല, കാരണം ഈ 2 സൈഡിൽ നമ്മൾ സ്ക്രൂ ഇട്ടുണ്ട്. അതേപോലെ ഈ സൈഡിൽ ഇടണം. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലായിട്ടാണ് വരിക, ഇവിടെയാണ് ഇടുക. അപ്പോൾ അതിനാണ് ഈ ഒരു ലോങ് സ്ക്രൂ ഡ്രൈവർ തന്നത്. അപ്പോൾ അതും ഇതിലേക്ക് നമ്മൾ ഇടുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ സ്ക്രൂ ഇടുമ്പോൾ ഈ സ്ക്രൂ ഫുള്ളായിട്ട് ഇതിലേക്ക് ഏകദേശം ഫുള്ളായിട്ട് കയറാൻ ശ്രമിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലാപ്ടോപ്പിനുള്ളിൽ ഈ ഒരു ഭാഗമുണ്ട്, ഈ ഒരു ഭാഗം ഇങ്ങനെ പൊന്തിയാൽ നിൽക്കുക. അപ്പോൾ ലാപ്ടോപ്പിനുള്ളിൽ ഇതേപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാർട്ടുണ്ട്. അപ്പോൾ അത് സ്ക്രാച്ചായിട്ട് ഈ സ്ക്രൂ ഇങ്ങനെ പുറത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ അത് സ്ക്രാച്ച് ആവാനുള്ള സാധ്യതയുണ്ട്, സ്ക്രാച്ചായി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പിന്നീട് നമ്മുടെ ലാപ്ടോപ്പിനുള്ള ഫിറ്റിങ്സിനൊക്കെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇടുമ്പോൾ എന്തായാലും ഫുള്ളായിട്ട് കയറുന്ന രീതിയിൽ തന്നെ ഇടുക. കാരണം ആ ഒരു അബദ്ധം എനിക്ക് നേരത്തെ പറ്റി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കുറച്ച് ടൈറ്റാക്കി ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ CD ബേയിൽ ഹാർഡ് ഡിസ്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലാപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ലാപ്ടോപ്പ് എടുത്ത് അതിൻ്റെ സ്ക്രൂ റിമൂവ് ചെയ്യണം. ഇവിടെ ചെറിയൊരു സ്ക്രൂ ഉണ്ട്, ഒറ്റ സ്ക്രൂ ഉണ്ടാവും. നമ്മുടെ ഈ ഒരു CD ഡ്രൈവ് റിമൂവ് ചെയ്യാനുള്ള സ്ക്രൂ ഉണ്ടാവും. അത് നമുക്ക് ഈ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്ക്രൂ റിമൂവ് ചെയ്തു, കെയർഫുള്ളായിട്ട് എടുത്ത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ CD ഡ്രൈവിനെ പുറത്തേക്ക് വലിച്ചാൽ മതി. ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ CD ഡ്രൈവ് പുറത്തേക്ക് വരും. ഇപ്പോൾ നോക്കിയാൽ ഇതാണ് എൻ്റെ ഡെൽ ലാപ്ടോപ്പിൻ്റെ CD ഡ്രൈവ്. ഇവിടെ നോക്കിയാൽ ഈ ഒരു ബാക്കിൽ കണ്ടോ ഒരു എക്സ്ട്രാ ഇവിടെയാണ് സ്ക്രൂ വരുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഈ ഒരു സാധനം റിമൂവ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യണം. കാരണം ഇതിന് അങ്ങനെ ഒരു സംഗതി ഇല്ല. അപ്പോൾ ഈ സ്ക്രൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചെറിയൊരു ലോക്ക് ഇതിന്ന് എടുത്ത് ഇതിലേക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ സപ്പോർട്ടിംഗ് ലോക്ക് ഇതൊന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്, ഇവിടെയാണ് ഇരുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ ഇവിടെ ഇത് ഫിക്സ് ചെയ്യണം. അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഫിക്സ് ചെയ്യാം.
അപ്പോൾ ഇതേപോലെ ആ ഒരു സപ്പോർട്ടിങ്, ആ ഒരു സ്ക്രൂ ചെയ്യാനുള്ള ആ ഒരു ചെറിയ ഭാഗമുണ്ട്, അത് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തു. ഇപ്പോൾ ഏകദേശം സംഭവം റെഡിയായി. ഇനി ഒരു ചെറിയ പരിപാടി കൂടി ഉണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CD ഡ്രൈവിൻ്റെ ഔട്ടർ പാർട്ട് ഉണ്ടോ, എൻ്റെത് പറഞ്ഞാൽ ഇത്രയും ഭാഗം പൊന്തിയിട്ടാണ്. ലാപ്ടോപ്പ് ഈ ഒരു ചെറിയ കോർണർ ഷേപ്പിലാണ് വന്നുകൊണ്ട് ഇത് പുറത്തേക്കാണ്. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു ഡമ്മി, ഒരു ചെറിയ ഫ്ലാറ്റ് സാധനമാണ്. അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് ഇത് ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്യണം. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ ഇതിലിടണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ CD ഡ്രൈവ് ഒന്ന് പുറത്തേക്ക് വരണം. അപ്പോൾ ഇതിനിപ്പോൾ ലാപ്പിലിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് എജക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ CD ഡ്രൈവ് പുറത്തേക്ക് വന്നു, ഉള്ളിലേക്കാക്കി ക്ലോസ് ചെയ്യരുത്. ഇനി ഇവിടെ ചെറിയൊരു ലോക്ക് ഉണ്ട്. ഈ ഒരു ലോക്ക് റിമൂവ് ചെയ്ത് ഈ ഒരു ഫ്രണ്ട് ഡോറിനെ, ഈ ഒരു ഫ്രണ്ട് പാർട്ടിന് നമ്മൾ പുറത്തേക്ക് റിമൂവ് ചെയ്തെടുക്കണം. കാരണം ഇത് നമ്മൾ എടുത്തിട്ട് ഇതിലേക്ക് ഫിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാനിത് കുറച്ച് നേരം കഷ്ടപ്പെട്ടൊന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മെല്ലെ 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 റിമൂവ് ചെയ്ത് കയ്യിലെടുക്കാം. ഇനി ഇത് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ CD ഡ്രൈവ് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഒരു ഫ്രണ്ട് ഡോറിനെ നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്യണം, എന്നാലേ ആക്ച്വൽ ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് വലിച്ചാൽ മതി. ഇത് പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്കിത് ഇതിലേക്ക് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു രീതിയിൽ തന്നെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ സംഭവം റെഡിയായി. നമ്മുടെ CD ബേ ഫുള്ള് റെഡിയായി. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടുന്ന രീതിയിൽ തന്നെ സംഭവം റെഡി ആയിട്ടുണ്ട്. നിങ്ങളോട് നോക്കി നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും, കാരണം ഇത് ജസ്റ്റ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ച്വൽ ലാപ്ടോപ്പിൻ്റെ ഫിനിഷിങ് വരിക. അപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ CD ഡ്രൈവ് ഏതാണോ അതിനനുസരിച്ച് തന്നെ ആ ഒരു കേസ്, ഈ ഒരു ഔട്ടർ ലെയർ പൊട്ടാത്ത രീതിയിൽ എടുത്തിട്ട് ഇതിലേക്ക് ഫിറ്റ് ചെയ്യണം. എന്നാലേ ആ ലാപ്ടോപ്പിൻ്റെ ഫിനിഷിങ് കിട്ടുള്ളൂ. ഇനി ഫിനിഷിങ് നിർബന്ധമല്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ജസ്റ്റ് ലാപ്ടോപ്പിൽ ഇൻസേർട്ട് ചെയ്ത സംഭവം റെഡിയായി. അപ്പോൾ ഇത് ഇൻസ്റ്റാളായി. ഇനി നമ്മൾ ആ സ്ക്രൂ ചെയ്യാം. സ്ക്രൂ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് പുറത്തേക്ക് വരുന്നില്ല, സംഭവം അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ലാപ്ടോപ്പ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഈ ലാപ്ടോപ്പിൻ്റെ CD ഡ്രൈവിൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻ LED ഹോളിലൂടെ നോക്കി കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളർ ലൈറ്റ് ആണ്. ഇത് പവർ ഓൺ ആയിട്ടുണ്ട്, ബ്ലൂ കളർ ലൈറ്റ് ആണ്. ആ ഹാർഡ് ഡിസ്ക് വർക്കിംഗ് ആണെങ്കിൽ ഇപ്പോൾ കണ്ട പോലെ റെഡ് കളറിൽ ബ്ലിങ്ക് ചെയ്യും. നമ്മൾ അതിലേക്ക് ഡാറ്റ കോപ്പി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് ഡാറ്റ എടുക്കുമ്പോഴൊക്കെ ഈ റെഡ് കളറിൽ ബ്ലിങ്ക് ചെയ്യും. ഇപ്പോൾ നമ്മൾ മൈ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർണൽ ഓൾറെഡി ഉണ്ടെന്ന ഹാർഡ് ഡിസ്കിന് എത്ര പാർട്ടീഷൻ ഉണ്ടോ അതും കൂടാതെ കുറച്ചൊരു എക്സ്ട്രാ അഡീഷണൽ പാർട്ടീഷൻ വരും. ഇൻ കേസ് അത് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പ്യൂട്ടർ ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വരുന്നതായിരിക്കും. നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് ഇപ്പോൾ കണക്ട് ചെയ്ത ഹാർഡ് ഡിസ്ക് ഏത് പാർട്ടീഷൻ സ്റ്റൈലാണോ ആ പാർട്ടീഷൻ സ്റ്റൈലിൽ തന്നെ എത്ര പാർട്ടീഷൻ ഉണ്ടോ അത്രയും പാർട്ടീഷൻ തന്നെ എക്സ്ട്രാ ഹാർഡ് ഡ്രൈവുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ C, അതേപോലെ E, അതേപോലെ Fഉം Gയും എൻ്റെ പഴയ ഹാർഡ് ഡിസ്ക്കാണ്, ഫുള്ളാണ്. ഇതാണ് ഞാനിപ്പോൾ ഇട്ട 2 ഡ്രൈവുകൾ. ഇത് 500 GB ഹാർഡ് ഡിസ്ക്കാണ്. അതിൽ ഈ കാണുന്ന 234 GB പിന്നെ ഈ കാണുന്ന ഡ്രൈവും ഇത് ലോക്ക് ഉണ്ട്, നേരത്തെ ഒരു ലോക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലോക്കുള്ള ഈ 2 ഡ്രൈവുമാണ് ഇതിൽ ഡിറ്റക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ഒന്ന് കോപ്പി നോക്കാം. ഏകദേശം ഇതിലെ ഡാറ്റ നമ്മൾ പുറത്തേക്ക് കോപ്പി ചെയ്യുമ്പോൾ എത്ര സ്പീഡ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് കോപ്പിയാണ്. ഇതിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നോർമൽ സ്പീഡ് നമ്മൾ സാധാ ഹാർഡ് ഡിസ്കിൻ്റെ ഒരു പാർട്ടീഷൻ വേറെ പാർട്ടീഷനിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ സ്പീഡ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതെന്താവട്ടെ, ഇതിലേക്ക് കോപ്പി ചെയ്താലും ആ ഒരു സ്പീഡ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എനിവേ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഇൻറ്റേർണലി തന്നെ നമുക്കൊരു എക്സ്ട്രാ ഹാർഡ് ഡിസ്ക് കൂടി കണക്ട് ചെയ്തിട്ട് ലാപ്ടോപ്പിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് പ്രശ്നം നമുക്ക് ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ എൻ്റെ ഹാർഡ് ഡിസ്ക്കൊക്കെ ഫുള്ളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു CD ഡ്രൈവ് എന്തായാലും ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യില്ല, ഈ ഒരു CD ഡ്രൈവ് എടുത്ത് മാറ്റിയിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്ട്രാ ഹാർഡ് ഡിസ്ക് കൂടി ഫിറ്റ് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു കേസ് വാങ്ങിയിട്ട് ഒരു 3ാമത്തെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് കാർഡ് യൂസ് ചെയ്യാം, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ ലാപ്പിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഴയ ഹാർഡ് ഡിസ്ക് മാറ്റാതെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഈ പ്രൊഡക്റ്റിൻ്റെ ബോക്സിൽ നമ്മൾ നമ്മുടെ CD ഡ്രൈവ് എടുത്തിട്ട് സേഫായിട്ട് എടുത്ത് വെച്ചേക്കുക. ഇൻ കേസ് ഭാവിയിൽ ആവശ്യം വന്നാൽ എടുത്ത് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് മാറ്റാതെ തന്നെ വളരെ ഈസി ആയിട്ട് ഒരു സെക്കൻഡ് ഹാർഡ് ഡിസ്ക് കൂടി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സെക്കൻഡ് ഹാർഡ് ഡിസ്ക് മാത്രമല്ല, നിങ്ങൾക്ക് അതിലൊരു SSD വേണം ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലെങ്കിൽ മെയിൻ SSD ആക്കിയിട്ട് ഈ ഒരു പഴയ ഹാർഡ് ഡിസ്കിനെ ഇതിലേക്ക് സെക്കൻഡറി ഹാർഡ് ഡിസ്ക് ആയിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ലാപ്ടോപ്പിനുള്ളിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്പർ 1 ഒന്നാമത്തെ ബൈ ലിങ്ക് ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ഒരു പുതിയ മോഡൽ ലാപ്ടോപ്പുകൾക്കുള്ളതാണ്, വളരെ തിന്നായിട്ടുള്ളതാണ്. ഇനി പഴയ മോഡൽ ലാപ്പുകൾക്കുണ്ട്, കുറച്ച് കട്ടി കൂടിയ പഴയ മോഡലുകൾക്കാണ്. അവർക്ക് ആ ഒരു ലാപ്പിനാണെങ്കിൽ നമ്പർ 2 എന്ന് പറഞ്ഞ ബൈ ലിങ്ക് വാങ്ങുക, കാരണം കുറച്ച് കട്ടി കൂടിയതായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കാം. അപ്പോൾ എനിവേ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി വെച്ചേക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.